നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 331 എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോക പ്രശസ്തനായ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചിട്ടാണ്. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ. ശാസ്ത്രപരമായും സാഹിത്യപരമായും തത്വചിന്താപരമായും ഒക്കെ എടുത്തു പറയേണ്ട ഒരു വലിയ വ്യക്തിത്വം. ഞാൻ കണ്ട നൂറുകണക്കിന് മഹാരഥന്മാർ, അവരിൽ ചുരുക്കം ചിലർ മാത്രമേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കടന്നുകയറ്റം നടത്തിയിട്ടുള്ളൂ. അതിലൊരു വലിയ പ്രതിഭയാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, നിരവധി വീഡിയോകൾ, എത്രയോ മണിക്കൂറുകൾ ചെലവഴിച്ചാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ശാസ്ത്രപരമായും സയൻസ് പരമായും ആത്മീയ കാര്യങ്ങളിലായാലും അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വലിയ മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തെ ഒറ്റത്തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതും അപ്രതീക്ഷിതമായി. നമ്മുടെ ജീവിതത്തിൽ ചിലരൊക്കെ കടന്നു വരും. അത് എങ്ങനെയാണ്, ഏത് തരത്തിലാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. ശ്രീവേങ്കടേശ്വരൻ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്താണ് ഞാൻ അവിചാരിതമായി ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിനെ കാണുന്നത്. ഒരു പ്രതീക്ഷയുമില്ലാതെ അവിടുത്തെ ഉത്സവത്തിന് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടക്കുന്നു. മനസ്സിലുണ്ടായ ആനന്ദത്തിനും ആഹ്ലാദത്തിനും ഒരു കുറവും വന്നില്ല. ഒരു 15 മിനിറ്റ് അത്രമാത്രമേ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുള്ളൂ. ഒരു 10-100 പേർ, അതുപോലെ തന്നെ ഒഴിഞ്ഞ കുറേ കസേരകളും അവിടെ കിടപ്പുണ്ട്. അതിലൊന്നിൽ ഞാൻ ഉപവിഷ്ടനായി. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം ആത്മീയതയുടെ പരിവേഷം നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, വേദത്തെക്കുറിച്ചും വേദാന്തത്തെക്കുറിച്ചും ഉള്ള സ്പഷ്ടമായ കാര്യകാരണ സഹിതം അദ്ദേഹം പ്രസംഗിക്കുകയാണ്. വളരെ ശ്രദ്ധാപൂർവം ഞാൻ ആ പ്രസംഗമെല്ലാം കേട്ടു. അതിലുപരി സ്ഫുടതയോടെ മനുഷ്യ മനസ്സിന് മനസ്സിലാകുന്ന തരത്തിൽ വ്യക്തതയോടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം, അദ്ദേഹവുമായി 1-2 ഫോട്ടോ എടുക്കണം, ഒരു ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങണം എന്നൊക്കെ മനസ്സിൽ കരുതി. പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. ഒരു വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് കണ്ണാടി പോക്കറ്റിൽ തിരികിയിട്ടുണ്ട്. അദ്ദേഹം സ്റ്റേജിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഓടി അടുത്ത് വന്നു. സർ, നമസ്കാരം. നമസ്കാരം കുഞ്ഞേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ മുഖത്ത് പ്രസരിച്ച ആ ഭാവം നിങ്ങളോട് ഇത് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. എവിടെയാണ് താമസം? ഇപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സർ കുറച്ച് കഥയും കവിതയും നോവലും ഒക്കെ എഴുതും, ചെറിയൊരു സാഹിത്യകാരനാണ്. അതെയോ, അപ്പോൾ എഴുത്തുണ്ട് എന്ന് പറഞ്ഞ് ഒന്ന് ചിരിച്ചു. അപ്പോഴേക്കും അടുത്ത 2-3 പേർ വന്നു കഴിഞ്ഞു. അവർ അദ്ദേഹവുമായി എന്തൊക്കെയോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. ആ ഒരു മുഖവും ആ ഒരു ഭാവവും ആ ഒരു നോട്ടവും കണ്ടപ്പോൾ ഞാൻ കുറച്ച് അകലേക്ക് മാറി നിന്നു. ഒരു 5 മിനിറ്റ് എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുന്നു എന്നോട്. നമ്മൾ കുഴപ്പമില്ല സർ, എനിക്ക് പേഴ്സണലായിട്ട് സാറിനോട് 10-15 മിനിറ്റ് സംസാരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അതിനെന്താ, ഞാനിപ്പോൾ വരാം, ഇവരുമായിട്ട് ചില കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്തോട്ടെ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് എൻ്റെ തോളിൽ തട്ടിയിട്ട് അദ്ദേഹം അവരുമായി
മാറി നിന്ന് പ്രോഗ്രാമിനെക്കുറിച്ചും ഇനിയുള്ള കാര്യപരിപാടിയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നു. അവിടെ നിന്നെല്ലാം മാറി നിന്ന് ഞാൻ കുറേ ആളുകൾക്കിടയിലൂടെ പരിചയമുള്ള 2-3 പേരെ കണ്ട് സംസാരിച്ച് മടങ്ങി വരുമ്പോൾ അദ്ദേഹം കാത്തു നിൽക്കുകയാണ്. അപ്പോഴും മനസ്സിലെ ആഗ്രഹം അദ്ദേഹവുമായി നിന്നൊരു ഫോട്ടോ എടുക്കണം, ഒരു ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങണം എന്നുള്ള ചിന്തയാണ്. അപ്പോൾ മുമ്പ് 3 പേരായിരുന്നെങ്കിൽ ഇപ്പോൾ 6-7 പേർ അദ്ദേഹത്തിൻ്റെ ചുറ്റിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോഴും അദ്ദേഹം എന്നെ തന്നെ ശ്രദ്ധിക്കുന്നു, എന്നെ നോക്കി ചിരിച്ചു. ആളുകളുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നത് ഒരു വലിയ കാര്യം തന്നെയല്ലേ എന്ന് അദ്ദേഹം എന്നോട് പറയുന്നു. ഞാൻ ഒന്നും ചിരിച്ച് ദൂരേക്ക് മാറി നിന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം അവരോടായി പറയുന്നു, എന്നെ കാത്ത് കുറേ അധികം നേരമായി ഒരാൾ കാത്തു നിൽക്കുന്നു. കുറച്ച് ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യൂ, ഞാൻ അദ്ദേഹവുമായി ഒന്ന് സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വളരെ വിനയപൂർവ്വം പറഞ്ഞു, സാറിൻ്റെ പ്രഭാഷണങ്ങൾ ഒരുപാട് ഞാൻ വീഡിയോയിലൂടെ കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മനസ്സിൽ അന്നേ തോന്നിയതാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തോന്നിയാണ് അങ്ങനെ നേരിട്ട് കാണണം, സംസാരിക്കണം എന്നുള്ളത്. അപ്പോഴും അദ്ദേഹം ചിരിച്ചു. എല്ലാം കാലം കരുതി വയ്ക്കുന്നത് പോലെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശരിയാണ് സാർ എന്ന് പറഞ്ഞു. കഥയിലാണോ കൂടുതൽ കമ്പം? നമ്മൾ കഥയും കവിതയും നോവലും എല്ലാം എഴുതും. ഒന്ന് ചിരിച്ചു. ഞാനും കുറച്ചൊക്കെ എഴുതുന്നുണ്ട്, കുറേയൊക്കെ പുസ്തകങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കൂടുതലും ആളുകളോട് സംവേദിക്കുന്നത് ആത്മീയ കാര്യങ്ങൾ പറഞ്ഞാണ്. അപ്പോൾ ആ സംസാര ശൈലിയിലും ആ പെരുമാറ്റത്തിലും കണ്ട ഒരു വലിയ കാര്യം എത്ര പേർക്കറിയാം? സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരു വലിയ വ്യക്തിത്വം, വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് പ്രൊഫസർ, അല്ലാതെ തന്നെ അദ്ദേഹം PhD എടുത്തിരിക്കുന്നു. നിരവധി അന്തർദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. ഗാർഡനേഴ്സ് എന്ന ലോകപ്രസിദ്ധമായ അവാർഡ് നേടിയ ഒരു വലിയ വ്യക്തിത്വം. അങ്ങനെ നിരവധി അവാർഡുകൾ. ജീവിതത്തെപ്പറ്റി വലിയ കാഴ്ചപ്പാടുള്ള ഒരു വലിയ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ലോകത്തെ പല യൂണിവേഴ്സിറ്റികളിലും വിസിറ്റിംഗ് പ്രൊഫസറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഏകദേശം 100ഓളം പുസ്തകങ്ങൾ വിവിധ വിഷയത്തെക്കുറിച്ച്, ശാസ്ത്രത്തെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെതായി വെളിച്ചം കണ്ടിട്ടുണ്ട്. അങ്ങനെ ലോകം ആരാധിക്കുന്ന ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിൽ നിന്നും പകർന്നു കിട്ടിയ ഒരുപാട് അനുഭവങ്ങൾ, അദ്ദേഹത്തിന് കുറച്ചൊക്കെ പുസ്തകം, എല്ലാമില്ലെങ്കിലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ നിന്നും അപ്പുറമായി അദ്ദേഹത്തിൻ്റെ ചിന്തയും അദ്ദേഹത്തിൻ്റെ വീക്ഷണവും ഒക്കെ ഒരു പരിധിവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നതാണ് വാസ്തവം. ഇത്രയും വലിയൊരു ശാസ്ത്രജ്ഞൻ, ഇത്രയും വലിയൊരു ആത്മീയ പ്രഭാഷകൻ എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. യാതൊരുവിധ ഗർവമില്ലാതെ, അല്ലെങ്കിൽ യാതൊരുവിധ മാറ്റങ്ങളുമില്ലാതെ ഒരു സാധാരണ മനുഷ്യനെ പോലെ എൻ്റെ മുന്നിൽ നിന്ന് വീട്ടുകാര്യങ്ങളും എഴുത്തിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് നമിക്കാനാണ് തോന്നിയത്. കാലത്തിൻ്റെ ഒഴുക്കിൽ അദ്ദേഹം കടന്നുപോയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല. കാലം നൽകിയ ഒരു പിടി
ഓർമ്മകൾ. അതെങ്ങനെ മറക്കാനാകും? ശരിക്കും ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹവുമായി സംസാരിച്ചു കൊണ്ടിരുന്ന ആ സന്ദർഭത്തിൽ ഫോട്ടോ എടുക്കാനോ ഒരു ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങാനോ കഴിഞ്ഞില്ല എന്നത് എൻ്റെ മനസ്സിൽ ഇന്നും വേദന ഉണർത്തുന്ന ചില കാര്യങ്ങളാണ്. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായ ഒരു ബ്രീഫ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. കർമ്മയോഗിയായ ഒരു വലിയ പ്രതിഭ. നമ്മൾ സൂര്യനെ എന്നും കാണുന്നു, സൂര്യോദയവും സൂര്യാസ്തമയവും. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു രീതിയാണ്. അതേപോലെ ലോകമുള്ളിടത്തോളം കാലം കാലത്തിൻ്റെ യവനിക നീക്കി മറഞ്ഞുപോയെങ്കിലും ഒരു വിശ്വപൗരൻ, ഒരു വിശ്വപ്രതിഭ. ആ വലിയ മനുഷ്യനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ 15 മിനിറ്റ് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ തോന്നലുകളാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. 1955 ജൂൺ 10 എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിൽ നാരായണൻ എമ്പ്രാന്തിരിയുടെയും സത്യഭാമ അന്തർജനത്തിൻ്റെയും മകനായി ജനനം. പെട്രോളജിയിൽ PhD ബിരുദം. ഭാരതത്തിൽ ബയോമെട്രിക്സിൽ PhD നേടുന്ന ആദ്യത്തെ വ്യക്തിത്വം. സംസ്കൃതത്തിൽ D.Litt നേടി. ഗാർഡനേഴ്സ് അവാർഡ്, അന്താരാഷ്ട്ര അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കി. 2023 ഏപ്രിൽ 27 68-ാം വയസ്സിൽ കൊച്ചിയിൽ വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. എത്രയോ പേരുടെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു, എത്രയോ പേരെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. മനസ്സിൽ തങ്ങി നിന്ന ആ 15 മിനിറ്റ് എൻ്റെ ജീവിതത്തിൽ ഇന്നും നാഴികമണിയുടെ ശബ്ദം കേൾക്കും മാതിരി മനസ്സിൽ ആർത്ത് ഉല്ലസിച്ച് വീണ്ടും വീണ്ടും കേൾക്കുന്നത് പോലെ ഒരു തോന്നൽ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ കുറേയധികം പുസ്തകങ്ങൾ ലൈബ്രറിയിൽ പോയി റെഫർ ചെയ്യുകയും അദ്ദേഹത്തെക്കുറിച്ച് എങ്ങനെ പറഞ്ഞു തുടങ്ങണം, എങ്ങനെ എഴുതി തുടങ്ങണം എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് തന്നെ മാസങ്ങളായി. അവിചാരിതമായി അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നി അദ്ദേഹത്തെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യണമെന്ന്. ഇന്ത്യ കണ്ട മികച്ച 100 പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അതിൽ ഒരാൾ ഡോക്ടർ N. ഗോപാലകൃഷ്ണനായിരിക്കും. ഇതിൽ കൂടുതലൊന്നും അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരുണത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ വലിയ പ്രതിഭയ്ക്ക്, ആ വലിയ വ്യക്തിത്വത്തിന് കാലം കരുതി വെച്ച ഒരുപാട് ഓർമ്മകൾ, ലക്ഷോപലക്ഷങ്ങൾ ജനങ്ങൾ ഇന്നും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ അദ്ദേഹത്തിലുള്ള വിശ്വാസം, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ള ശുചിത്വം, അദ്ദേഹത്തിൻ്റെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എല്ലാം വലുതായി കണ്ടുകൊണ്ട് ആ വലിയ മനുഷ്യനെ മനസ്സാ സ്മരിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.